മൈ ടേൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് PSC 2021 മുതൽ 24 വരെ ചോദിച്ച 30ഓളം ചോദ്യങ്ങളിൽ നിന്നുള്ള മലയാളത്തിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ആണ്. 2 വീഡിയോ ആയിട്ട് നമ്മൾ മൊത്തം 300 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കണ്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിപരീതാർത്ഥം വരാത്ത ജോഡി ഏത്? ഇവിടെ ഓപ്ഷൻ ത്യാജ്യം, ഗ്രാഹ്യം, തുല്യം, അതുല്യം, പ്രത്യക്ഷം, അപ്രത്യക്ഷം, അവസരം, അനവസരം. ഇവിടെ ഉത്തരം സി ആണ്, പ്രത്യക്ഷം, അപ്രത്യക്ഷം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സഖാവിൻ്റെ പര്യായം ഏത്? ഇവിടെ ഉത്തരം ഡി ആണ്, സ്നേഹിതൻ. താമരക്കണ്ണൻ സമാസമേത്? ബഹുബ്രീഹി. താഴെ പറയുന്നവയിൽ ലോപസന്ധിക്ക് ഉദാഹരണം. ഇവിടെ ഓപ്ഷൻസ് തീക്കനൽ, വിണ്ടലം, തീയാട്ട്, തണുപ്പുണ്ട്. ഇവിടെ ഉത്തരം ഡി ആണ്, തണുപ്പുണ്ട്. ഗണപതിക്ക് കുറുകെ എന്ന ശൈലിയുടെ അർത്ഥം ആരംഭിക്കുക. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ആ പ്ലസ് അന്നാണ് അവൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഇവിടെ ഉത്തരം എ ആണ്, മിടുക്കർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നപുംസകലിംഗത്തിന് ഉദാഹരണം. ഇവിടെ ഓപ്ഷൻസ് ഏവർ, ഏവൻ, ഏവൾ, ഏത്. ഇവിടെ ഉത്തരം ഡി ആണ്, ഏത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അനാച്ഛാദനത്തിൻ്റെ ശരിയായ ഉച്ചാരണം. ഇവിടെ ഓപ്ഷൻ ബി ആണ്, അനാച്ഛാദനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷന്തവ്യത്തിൻ്റെ സമാന പദം ഏത്? ഇവിടെ ഉത്തരം സി ആണ്, ക്ഷമിക്കത്തക്കതല്ലാത്തത്. ക്ഷമിക്കത്തക്കതല്ലാത്ത. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഇവിടെ ഉത്തരം എ ആണ്, കവയിത്രിയാണ്, കവയിത്രി. ശരിയായ വാക്യമേത്? മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയാത്തതും അത്യന്താപേക്ഷിതവുമായ ആവശ്യ ഘടകങ്ങളാണ് വായുവും ജലവും. അടുത്ത ഓപ്ഷൻ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണ് എന്നെ പാട്ടുപാടി ഉറക്കുന്നത്. അടുത്ത ഓപ്ഷൻ ഭാര്യയെ അയാൾ സദാ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. ഇവിടെ ഡി ഓപ്ഷൻ അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഇവിടെ ഉത്തരം ഡി തന്നെയാണ്, അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. മലയാള പരിഭാഷ എന്ത്? നിഷയ്ക്ക് ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. ഒറ്റപ്പദം എഴുതുക. പൊക്കമുള്ളവൻ. ഇവിടെ ഉത്തരം ബി ആണ്, പ്രാംശു. താഴെ പറയുന്നവയിൽ അഗ്നിയുടെ പര്യായമല്ലാത്തതേത്? അനലൻ, അഗ്രിമൻ, വൈശ്വാനരൻ, ഷിക്കി. ഇവിടെ ഉത്തരം ബി ആണ്, അഗ്രിമൻ. തന്നിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. തിക്തം, മധുരം. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ആശ്രിതനായി കഴിയുക. സമാന പദങ്ങൾ കണ്ടെത്തുക. ന്യൂനം, നൂനം. കുറവ്, നിശ്ചയം. പുല്ലിംഗ ശബ്ദമെഴുതുക. സ്നുഷ, ജാമാതാവ്. വാക്യം ചേർത്തെഴുതുക.
ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ഇവിടെ ഉത്തരം എ ആണ്. ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വാക്ക് മാത്രമേ ശരിയായി എഴുതിയിട്ടുള്ളൂ. അതേത്? ഇവിടെ ഉത്തരം ബി ആണ്, ലേഖകൻ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഇവിടെ ഉത്തരം സി ആണ്, ഗുരുക്കൾ. പുത്രൻ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തതേത്? ഇവിടെ ഓപ്ഷൻ ജനകൻ, തനയൻ, ആത്മജൻ, തനുജൻ. ഇവിടെ ഉത്തരം എ ആണ്, ജനകൻ. അടുത്ത ചോദ്യം. തീ പ്ലസ് കനൽ എന്നത് ചേർത്തെഴുതുക. തീ കനൽ. ഇവിടെ ഉത്തരം സി ആണ്. അടുത്ത ചോദ്യം. രാജാവും ഋഷിയുമായവൻ. ഇത് ഒറ്റപ്പദമാക്കുക. രാജർഷി. സുതൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എഴുതുക. സുധ. 800 എന്ന പദം പിരിച്ചെഴുതുക. എൺ പ്ലസ് 100. 800. കൂപമണ്ഡൂകം എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ലോകവിവരം ഇല്ലാത്തവൻ. മേഘം എന്ന അർത്ഥം വരുന്ന പദമേത്? വാരിധം. ദൃഢം എന്ന പദത്തിൻ്റെ വിപരീതം എഴുതുക. ശിഥിലം. അടുത്ത ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ഓപ്ഷൻ ബി ആണ്, അരോഗ ശരീരം. അടുത്ത ചോദ്യം. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ. ഇവിടെ ഉത്തരം സി ആണ്, അതായത് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം ശരിയാണ്. അതായത് പോട്ടവൻ, പോട്ടേയവൻ. പിരിച്ചെഴുതുക. കാട്ടിനേൻ. കാട്ടി പ്ലസ് ഏൻ. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടുകൂടി വർത്തിക്കണം. അടുത്ത ചോദ്യം. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. ഇവിടെ ഉത്തരം ഡി ആണ്. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. മധൂലി. കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ച് പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ലേത്? മതിരിച്ചിട്ട് തുപ്പാനും മേല, കച്ചിട്ടിറക്കാനും മേല. അടുത്ത ചോദ്യം. മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. പീതാംബരൻ. പീതാംബരൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോളണം. അടുത്ത ചോദ്യം. ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം. ഒന്നാമത്തെ പ്രസ്താവന ഉറപ്പ്, രണ്ടാമത്തെ സ്ഥൈര്യം, മൂന്നാമത്തെ തിടുക്കം, നാലാമത്തെ വേഗം. ഇവിടെ ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്. ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. അടുത്ത ചോദ്യം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇവിടെ ഉത്തരം ബി ആണ്, വിദ്യുത് ശക്തി. സ്പെല്ലിംഗ് ചെക്ക് ചെയ്തോണം. ശരിയായ വാക്യം കണ്ടെത്തുക.
ഇവിടെ ഉത്തരം സി ആണ്. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതാണ്? ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഇവിടെ ഉത്തരം ബി ആണ്, നീഢം. ചേർത്തെഴുതുക. വാക്ക് പ്ലസ് വാദം, വാഗ്വാദം. അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏത്? അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക. അധികമായാൽ അമൃതും വിഷം. ശരിയുത്തരം തിരഞ്ഞെടുക്കുക. താവഴി. തായ് പ്ലസ് വഴി. തായ് പ്ലസ് വഴി. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഏകവചനം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? അടിമത്തം, ഐശ്ചികം, ആജാനുബാഹു. ഇവിടെ 3 പ്രസ്താവനയാണുള്ളത്. ഇവിടെ ഉത്തരം എ ആണ്. 1 മാത്രമാണ് ശരി. അടിമത്തം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? ഇവിടെ ഉത്തരം സി ആണ്. പഠിക്കാത്തതിന് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. പലതുള്ളി പെരുവെള്ളം. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ പദമല്ലാത്തതേത്? ചലം. അപ്പോൾ ഇവിടെ പര്യായമായി വരുന്നത് ഗിരി, നഗം, ശൈലം. ജംഗമം എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? സ്ഥാവരം. കർഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഏത്? കർഷക. കൈ ആടിയെങ്കിലേ വായാടൂ എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാകൂ. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? വിൺ പ്ലസ് തലം. കഞ്ചത്തോട് നേരായ മിഴി ഉള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത്? ഇവിടെ ഉത്തരം ഡി ആണ്, കഞ്ചനേർമിഴി. താഴെ കൊടുത്തിരിക്കുന്നതിൽ സമാന പദമല്ലാത്തത് ഏത്? ഇവിടെ ഓപ്ഷൻസ് അങ്ങാടി, കമ്പോളം, ആപണകം, തെരുവ്. ഇവിടെ ഉത്തരം ഡി ആണ്, തെരുവാണ് ഉത്തരം. കുയിൽ എന്ന അർത്ഥം വരാത്ത പദം? പികം, കോകിലം, പരിഭ്രതം, കബോധം. ഇവിടെ ഉത്തരം ഡി ആണ്, കബോധം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക. ജീവശവം, ചെലവ്, ത്രികോണം, ദ്വിത്വം. ഇവിടെ ഉത്തരം ബി ആണ്, ചെലവ്. കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? വേദനിപ്പിക്കുന്ന വാക്ക്. ധാർതരാഷ്ട്രർ ആരാണ്? ധൃതരാഷ്ട്രരുടെ പുത്രന്മാർ. ഭാവുകനെ സംബന്ധിച്ച എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം? ഭാവുകത്വം.
താഴെ പറയുന്നവയിൽ സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായി വരാത്തത് ഏത്? ഇവിടെ ഉത്തരം സി ആണ്, തു. വെണ്ണ കട്ടുണ്ണി പിരിച്ചെഴുതിയാൽ വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? മധുരമൊഴി, മുക്കണ്ണൻ, നാൻമുഖൻ, കുന്നിൻ മകൾ. ഇവിടെ ഉത്തരം ഡി ആണ്, കുന്നിൻ മകൾ. ആഴക്കടലിൽ ഓളമില്ല. ആഴക്കടലിൽ ഓളമില്ല. ഇതേ അർത്ഥം വരുന്ന ചൊല്ലേത്? നിറകുടം തുളുമ്പില്ല. ശരിയായ വാക്യം ഏത്? ഇവിടെ ഉത്തരം ഡി ആണ്. അവൾ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു, എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായിപ്പോയി. അടുത്ത ചോദ്യം, അയാൾ പിരിച്ചെഴുതുക. ഇവിടെ ഉത്തരം എ ആണ്, ആ പ്ലസ് ആൾ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം ഏത്? ഇവിടെ ഓപ്ഷൻ പെണ്ണുങ്ങൾ, വേലക്കാർ, അധ്യാപകർ, പെണ്ണ്. ഇവിടെ ഉത്തരം എ ആണ്, പെണ്ണുങ്ങൾ. പുറം പ്ലസ് അടി ചേർത്തെഴുതുക. പുറമടി ആണ് ഉത്തരം. സൂര്യൻ്റെ പര്യായമല്ലാത്ത പദം ഏത്? ഇവിടെ ഉത്തരം സൂപവർണി. അപ്പോൾ പര്യായമായി വരുന്നത് ഓപ്ഷൻ എ ബ്രദ്നൻ, ഹരിദശ്വൻ, വികർത്തനൻ. അടുത്ത ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം തിരഞ്ഞെടുത്ത് എഴുതുക. തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. തുല്യത. ഇവിടെ ഉത്തരം സി ആണ്, അതുല്യം. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം എ ആണ്, അസ്തിത്വം. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റ പദം തിരഞ്ഞെടുത്ത് എഴുതുക. വ്യാകരണം അറിയാവുന്നവർക്കേ ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഉത്തരം ഡി ആണ്, വൈയാകരണൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്ത് എഴുതുക. സുഹൃത്തുക്കളിൽ നിന്നും അഞ്ചാം പത്തിക്കാരെ ഒഴിവാക്കുക. അഞ്ചാം പത്തിക്കാരെ, അതായത് ഉത്തരം ഡി ആണ്, ഒറ്റം കൊടുക്കുന്നവരെ. അടുത്ത ചോദ്യം, കൂടെ ഇരുന്ന് കഴുത്തറക്കുക എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? അടുത്തുകൂടി ചതിക്കുക. തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ ഉത്തരം ഡി ആണ്, വിദ്യാർത്ഥികൾ ഓരോരുത്തരായി മുന്നോട്ട് വന്ന് പുസ്തകം കൈമാറണം. പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. പ്രസംഗിക്കുന്നയാൾ എന്നതിനുള്ള ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. പ്രസംഗകൻ. തണുപ്പുണ്ട് എന്നത് പിരിച്ചെഴുതിയാൽ ഉത്തരം എ ആണ്, തണുപ്പ് പ്ലസ് ഉണ്ട്. അടുത്ത ചോദ്യം, പെരും പ്ലസ് പറ ചേർത്തെഴുതിയാൽ കിട്ടുന്നത് പെരുമ്പറ. ഭൂമിയുടെ പര്യായ പദം അല്ലാത്തതേത്? ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ധരണി, രണ്ടാമത്തെ ഓപ്ഷൻ വസുധ, മൂന്നാമത്തെ ഓപ്ഷൻ മേദിനി, നാലാമത്തത് ജനിത്രി. ഇവിടെ ഉത്തരം ഡി ആണ്, ജനിത്രി. വിപരീത പദം എഴുതുക. വിവൃതം, സംവൃതം.
ഒറ്റപ്പദമാക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായ. സർവജനീയം. അടുത്ത ചോദ്യം, അങ്കാരം എന്ന പദത്തിന് യോജിച്ച സമാന പദം ഏത്? ഇവിടെ ഉത്തരം ഡി ആണ്, തീക്കനൽ. താഴെ കൊടുത്തവയിൽ നിന്നും അപ്രൂവ്ഡ് ആസ് പ്രൊപ്പോസ്ഡ് എന്നതിന് യോജിച്ച മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. ഇവിടെ ഉത്തരം ബി ആണ്, നിർദ്ദേശിച്ച പ്രകാരം അംഗീകരിച്ചു. ഉദ്ദാനം പിരിച്ചെഴുതുക. ഇവിടെ ഉത്തരം സി ആണ്, ഉദ് പ്ലസ് സ്ഥാനം. അടുത്ത ചോദ്യം, സംശയമില്ലാത്തത് എന്നർത്ഥം വരുന്ന പദം ഏത്? അസന്ദിഗ്ധം. താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഉത്തരം സി ആണ്, വന്നു ചേർന്ന ആപത്തുകളെല്ലാം നന്മ നിറഞ്ഞവരുടെ സഹായത്താൽ വളരെ വേഗം നീങ്ങിക്കിട്ടി. ചേർത്തെഴുതുക. തൻ പ്ലസ് കൽ, തങ്കൽ. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റ പദം എഴുതുക. ഇവിടെ ഉത്തരം ബി ആണ്, ദിദൃക്ഷു. കുളിച്ച കടവ് മറക്കരുത് എന്ന ചൊല്ലിന് യോജിച്ച പ്രസ്താവന ഏത്? ഇവിടെ ഉത്തരം സി ആണ്, കഴിഞ്ഞ അനുഭവങ്ങളും പ്രവൃത്തികളും മറക്കരുത്. മോതിരം എന്ന പദത്തിന് യോജിച്ച പര്യായങ്ങൾ ഏതെല്ലാം? ഇവിടെ ഉത്തരം എ ആണ്, അങ്കുലീയം, ഊർമിക. അടുത്ത ചോദ്യം, സ്ഥാവരം എന്ന പദത്തിൻ്റെ എതിർപദം എഴുതുക. ഇവിടെ ഉത്തരം ഡി ആണ്, ജംഗമം. അടുത്ത ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ബി ആണ്, പാദസ്വരം. അടുത്ത ചോദ്യം, ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റ പദം ഏത്? ഇവിടെ ഉത്തരം സി ആണ്, ലൗകികം. കഴുത്ത് എന്ന പദത്തിൻ്റെ പര്യായം ഏത്? ഇവിടെ ഉത്തരം ഡി ആണ്, ഗളം. കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഉത്തരം സി ആണ്, മുളയിലറിയാം വിള. നീചം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ഉച്ചം. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കവി ആര്? ഇവിടെ ഉത്തരം ഡി ആണ്, ജി ശങ്കരക്കുറുപ്പ്. ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. ഇവിടെ ഉത്തരം ബി ആണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. ശരിയായി പിരിച്ചെഴുതിയ രൂപം ഏത്? ഇവിടെ ഉത്തരം ബി ആണ്, തൊണ്ട ഇടറി. തൊണ്ട ഇടറി. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമം സർവനാമം. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമമാണ് സർവനാമം. പാദധൂളി എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം എഴുതുക. പാദത്തിലെ ധൂളി. അടുത്ത ചോദ്യം, മണൽ പ്ലസ് ആരണ്യം ചേർത്തെഴുതുക. മണലാരണ്യം. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏത്? ഉത്തരം സി ആണ്, എയ്ക്ക് എന്നുള്ളതാണ് ശരി. എയ്ക്ക്. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അലംഘനീയമായ അഭിപ്രായം. താഴെ പറയുന്നവയിൽ ഓളത്തിൻ്റെ പര്യായമല്ലാത്തത്? ഉത്തരം ഡി ആണ്, ആളം. ശരിയായ പദം തിരിച്ചറിയുക. അസ്തമയം ആണ് ഉത്തരം.
സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വൈരുദ്ധ്യമാണ്. മരങ്ങൾ പിരിച്ചെഴുതുമ്പോൾ മരം പ്ലസ് കൾ. വട്ടം പ്ലസ് പലക, വട്ടപ്പലക. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചനപ്രത്യയം കൾ ആണ് ഉത്തരം. ശരിയായ വാക്യം കണ്ടെത്തുക. ഇവിടെ ഉത്തരം എ ആണ്. വരനും വധുവും തമ്മിൽ മാലയിട്ടു. അടുത്ത ചോദ്യം, ശരിയായ പദം ഏത്? ഇവിടെ ഉത്തരം ബി ആണ്. അനുഗ്രഹീതം. ഇതാണ് ഉത്തരം. നമ്പ്യാർ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം നങ്ങ്യാർ. പിരിച്ചെഴുതുക അന്തസത്ത. അന്ത അധികം സത്ത. ശരിയായ വാക്യം ഏത്? ഇവിടെ ഉത്തരം ബി ആണ്. എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. പുരോഗതി എന്ന പദത്തിൻ്റെ വിപരീത പദം പാശ്ചാത്ഗതി. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അപ്രസക്തമായത് പ്രതിപാദിക്കുക. അപ്രസക്തമായത് പ്രതിപാദിക്കുക. ചേർത്തെഴുതുക വിദ്യുത് പ്ലസ് ശക്തി. ഇവിടെ ഉത്തരം സി ആണ്. വിദ്യുത് ശക്തി. ശരിയായ വിവർത്തനമേത്? ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോഴ്സ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. പുല്ല് എന്നർത്ഥം വരുന്ന പദം പുല്ല് എന്നർത്ഥം വരുന്ന പദം തൃണം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായമല്ലാത്തതേത്? ഉത്തരം ഡി ആണ്. വിശ്വകേതു. അപ്പോൾ പര്യായമായത് ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദിയുടെ പര്യായം ഏത്? തടിനി ആണ് ഉത്തരം. വിപരീത പദം എഴുതുക. ചഞ്ചലം, അചഞ്ചലം. പിരിച്ചെഴുതുക ഉന്മ, ഉൾ പ്ലസ് മ. ശരിയായ പദം ഏത്? നിശ്ചയം. ഇവിടെ ഉത്തരം സി ആണ്. അടുത്ത ചോദ്യം, സമാന പദം ഏത്? ഇനൻ, സൂര്യൻ. തെറ്റില്ലാത്ത വാക്യം ഏത്? ഇവിടെ ഒന്നാമത്തെ പ്രസ്താവന നന്ദി രേഖപ്പെടുത്തുന്നു, നന്ദി പറയുന്നു, നന്ദി തരുന്നു, നന്ദി വാങ്ങുന്നു. ഉത്തരം ബി ആണ്. നന്ദി പറയുന്നു. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്ത്? അധ്വാനത്തിൻ്റെ മഹത്വം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. പരിഭാഷ എന്ത്? വിത്ത് ഗുണം 10 ഗുണം. ചേർത്തെഴുതുക ഇ പ്ലസ് അൾ, ഇവൾ. കുളങ്കോരി ശൈലിയുടെ അർത്ഥം എന്ത്? നശിപ്പിക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയാരൂപം ഇല്ലാത്ത പദം ഏത്? ഇവിടെ ഉത്തരം ബി ആണ്. നേടുന്നു. ശരിയായ വാക്യം അഥവാ വാക്യങ്ങൾ കണ്ടെത്തുക. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ ആർജിച്ച സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. ഇവിടെ ഉത്തരം 2ഉം 4ഉമാണ് ശരി. 2. അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. സ്വർണ്ണ നിറമുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തിൻ്റെ ശരിയായ രൂപം ഏത്? രുക്മിണി. അടുത്ത ചോദ്യം, ശരിയായ പ്രയോഗം ഏത്? ഇവിടെ ഉത്തരം ഡി ആണ്.
പ്രവൃത്തി പരിചയം ഉള്ളവരെ പരിഗണിക്കും. അഭിനേതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം അഭിനേത്രി. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ഇംഗ്ലീഷ് ശൈലി മലയാളത്തിലാക്കുമ്പോൾ സ്വീകരിക്കാവുന്ന അർത്ഥം തർക്കവിഷയം. കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥമുള്ള ഒറ്റപ്പദം ദിദൃക്ഷു. എൻ്റെ പ്ലസ് നിൻ്റെ പ്ലസ് ഇവ ചേർത്തെഴുതുമ്പോൾ ലഭിക്കുന്നത്. ഇവിടെ ഉത്തരം സി ആണ്. 2 മാത്രമാണ് ശരി. എൻ്റെയും നിൻ്റെയും. താഴെ പറയുന്നവയിൽ നിന്നും രൂപക സമാസത്തിന് ഉദാഹരണം കണ്ടെത്തുക. പാദപങ്കജം. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ തൻ പ്ലസ് താർ തണ്ടാർ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ കമൻറ്റ് ചെയ്താലും മതി. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മോട്ടിവേഷൻ. അടുത്ത ടോപ്പിക്കുമായി ഉടനെ കാണാം.